ഹായ് ഹലോ. ശരിക്കും നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ അതുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം വേണ്ടേ? അതായത് ഇല്ലേ പിന്നെ വല്ല കത്തിപ്പടമായിരിക്കണം. ഒരു 100% അല്ലെങ്കിൽ ഒരു 10% ഒരു കോണ്ടൻറ്റ് ബേസായിട്ട് എന്തെങ്കിലും ഉണ്ടാവണ്ടേ? അങ്ങനെ ഒന്നുമില്ലാത്തൊരു സാധനമാണ് ദ റിയൽ കേരള സ്റ്റോറി. എന്താണെന്നറിയോ, ഇന്ന് അവരുടെ ഒരു സിനിമയുടെ പ്രൊമോഷൻ പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും. അതിൽ ആക്ച്വലി അവരൊരു 37-39 അങ്ങനെ എത്ര കുറച്ച് പേരെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട് സ്റ്റേജിൽ. അവർ പറയുന്നു ഇവർ ഈ ലവ് ജിഹാദിൽപ്പെട്ട് മീൻസ് ലൈഫൊക്കെ തൊലഞ്ഞ് അതിനുള്ള എക്സാമ്പിൾസ് കൊണ്ടുവന്നാണ് അവർ. പക്ഷെ അതിലുള്ള ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്നറിയോ, ആക്ച്വലി ലവ് ജിഹാദ് പെട്ടു, കേരള സ്റ്റോറിയുടെ പ്രൊമോഷനാണ്, അവരാരും കേരളക്കാരല്ല. അതാണ് അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതിലൊരാൾ പോലും കേരളത്തിൽ നിന്നില്ല. അപ്പോൾ അവരോടത് ചോദിക്കുന്നുണ്ട്. അതിലിരുന്ന് മാധ്യമങ്ങൾ നല്ല ഊക്കി വിട്ടിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി അത് കേരളക്കാരനായിരിക്കുമല്ലോ. അങ്ങനെ ചോദിക്കുന്ന ചോദ്യത്തിൽ അവർ പറയുന്നുണ്ട്, ഈ ബീഫിൻ്റെ കേസൊക്കെ ചോദിച്ചാൽ അവർ പറയുന്നുണ്ട് ഇതൊരു കേരളത്തിലെ ഇൻസിഡൻ്റ് അല്ല, ആക്ച്വലി ഇത് ഇന്ത്യൻ ബേസ് ആയിട്ടുള്ള ഇൻസിഡൻസ് ആണ് അവർ പറയുന്നത്. എന്നിട്ടാണ് അവർ ഈ ഒരു കൊണച്ച അപരാധത്തിന് പേരിട്ടിരിക്കുന്ന കേരള സ്റ്റോറി. ഈ കൊണച്ച അപരാധത്തിനാണ് ആക്ച്വലി നാഷണൽ അവാർഡും കൊടുത്തത്. അതിൻ്റെ തുടർച്ചയായ നാഷണൽ അവാർഡാണല്ലോ വരുന്നത്. ഒരു കേരളത്തിലെ സിനിമയല്ല, ഒരു കേരളത്തിനെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമയല്ലാത്തൊരു സിനിമയ്ക്ക് കേരള സ്റ്റോറി എന്ന് പേരിട്ടതും കേരളവുമായിട്ടൊരു ബന്ധമില്ലാത്ത കേസ് അതിൽ കുത്തി നിറച്ചതും തെറ്റല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനൊരു പേരിടേണ്ടത് ഒരു ഉത്തരേന്ത്യൻ സ്റ്റോറിന്നോ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സ്റ്റോറിന്നോ അങ്ങനെ എന്തെങ്കിലും അല്ല വേണ്ടേ? അല്ലേ? ബീഫൊക്കെ കുത്തിക്കയറ്റുന്നു കേരളത്തിൽ. അതിലും ചോദിച്ചതിൽ അത് മഹാരാഷ്ട്ര അവിടെ ഇവിടെ ഉണ്ടെന്നൊക്കെ പറയുന്നു. ആക്ച്വലി എനിക്കറിയത്തില്ല, ചിലപ്പോൾ ഉണ്ടാവാം. ചാണകം കുത്തിക്കയറ്റുന്നുണ്ടല്ലോ. ആക്ച്വലി സിനിമ എടുക്കാൻ ഫ്രീഡം ഉണ്ട് ആർക്കാണെങ്കിലും. ഇപ്പം നമുക്ക് ഏത് കാര്യം നമുക്ക് പറയാനുള്ള വോയിസ് പോലെ തന്നെയാണ് സിനിമ എടുക്കാനുള്ളതും ഉണ്ട്, ചോയ്സസും ഉണ്ട്, ഓപ്ഷൻസും ഉണ്ട്, അതേപോലെ തന്നെ ഫ്രീഡം ഉണ്ട്, എല്ലാം ഉണ്ട്. അതിലൊന്നും എതിരല്ല. പക്ഷേ ഒരു പച്ച വർഗീയത പറയുന്നതിൽ എന്തടിസ്ഥാനത്തിലാണത് പറയുന്നത്? ഒരു കേരളത്തിൽ നടന്നൊരു ഇൻസിഡൻ്റാണ് പറയുന്നതുണ്ടെങ്കിൽ ഓക്കെ, സമ്മതിച്ചു. ഒരു ബന്ധവും ഇല്ലാത്തൊരു സാധനം ആർക്കോ വേണ്ടി പടച്ചു വിട്ട് അതിനൊരു പേര് കേരള സ്റ്റോറി എന്ന് വിട്ട് എന്തിന്? നമ്മൾ ഇന്ത്യയിൽ ഉള്ള സ്റ്റേറ്റ് തന്നെയാണ് ബായ്. അല്ലാണ്ട് കേരളം ഒരു സെപ്പറേറ്റ് രാജ്യമൊന്നുമല്ല. ഹംലോക്കോ ബി തോട ഹിന്ദി മാലൂം. മനസ്സിലായോ? നിങ്ങൾക്കാ മലയാളം അറിയാത്തേ. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതായത് ഇന്ത്യ എത്രത്തോളം വലുതാണോ അതുപോലെ തന്നെ അല്ലേ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ നാടും, അല്ലേ? ഇന്ത്യയെ കുറച്ച് കാണാനോ അല്ലെങ്കിൽ അങ്ങനെയല്ല. നമ്മൾ ചെറുപ്പം മുതൽ നമ്മൾ കളിച്ച് വളർന്ന് നമ്മൾ കൂട്ടുകൂടി നമ്മൾ നടന്നൊരു സ്ഥലമാണത് കേരളം. ആ കേരളത്തെ ഇതുപോലെ നാണം കെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിന് കൂട്ടു നിൽക്കുന്ന സംഘങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്, ഒരു ഉളുപ്പുമില്ലേ ഇതിനെ പൊക്കി പിടിച്ച് നടക്കാൻ? പലരോടും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട്. അതായത് ഈ സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ
അവരൊക്കെ പറയുന്ന ഒരുമാതിരി ഊള മറുപടീസ് ഉണ്ട്. സിനിമ എടുക്കാൻ ആർക്കും അവകാശമുണ്ട്, അത് കാണണോ കാണണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കാണണ്ടെന്നൊക്കെ. പക്ഷെ ഇങ്ങനൊരു അപരാധം പടച്ചു വിടുമ്പോൾ നിങ്ങൾ ഈ പറയുന്നവരോടാണ് ചോദിക്കുന്നത്. പണ്ട് ഒരു ജാനകി എന്നുള്ള പേരിട്ടതിന്, അല്ലെങ്കിൽ ബീഫ് അതിൽ തിന്നുന്നുണ്ടെന്ന് പറഞ്ഞ് ഏതൊരു സിനിമയിൽ, മീൻസ് ഹാലോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സിനിമയിൽ ബീഫ് തിന്നുന്ന സീനുണ്ട് എന്ന് പറഞ്ഞാൽ അത് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞ സെൻസർ ബോർഡുള്ള രാജ്യമാണ് നമ്മുടേത്. അങ്ങനെയുള്ളൊരു രാജ്യത്ത് ഇതുപോലൊരു പച്ച അപരാധം വിടുമ്പോൾ അതിന് സെൻസർ കൊടുക്കുന്നവരാരാ? അതിനെതിരെ നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ഈ പറയുന്നവരോടൊക്കെ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ നാടിനെ കുറിച്ചാണ് പറയുന്നത്. ഞാനും നീയും നിങ്ങളും നമ്മളും കളിച്ചു വളർന്ന നമ്മുടെ നാടിനെ കുറിച്ച്. അതിന് നിങ്ങൾക്കൊരു പ്രശ്നം തോന്നില്ലേ? ഇനി ഇതിൻ്റെ പുറത്ത് പാകിസ്ഥാനാക്കാനും അല്ലെങ്കിൽ പാകിസ്ഥാനിലോട്ട് ഓടിക്കോ, പാകിസ്ഥാൻ വിസ എടുത്തോ, അതുപോലെ അല്ല ഇത്. നമ്മുടെ രാജ്യത്തെ പറയുന്ന പോലെ തന്നെയല്ല നമ്മൾ വസിക്കുന്ന നമ്മുടെ നാടിനെ പറയുന്നതും. അതൊരു കള്ളത്തരം, മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്തുന്ന രീതിയിലുള്ളത് പറയുമ്പോഴും നിങ്ങൾ പറയുന്ന ന്യായീകരണം എങ്ങനെ? പേര് ജനപ്രതിനിധികൾ. എന്തായാലും 27-ാം തീയതി റിലീസാവുന്നുണ്ട്. വേണ്ടവർ പോയി കാണാം, വേണ്ടാത്തവർക്ക് വീട്ടിലിരിക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ അല്ലേ? അപ്പോൾ ഇതൊരു കേരള സ്റ്റോറി അല്ല, ഉത്തരേന്ത്യൻ സ്റ്റോറി, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സ്റ്റോറി. കേരളത്തെ കാണിച്ചാലായിരിക്കും ചിലപ്പോൾ കളക്ഷൻ കൂടുതൽ കിട്ടുക. ബിസിനസ് മൈൻഡ്. താങ്ക് യു.